ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുത്തിട്ടുണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുമുണ്ട്. പക്ഷെ പുതിയ സിലബസിൽ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയലുണ്ടാവില്ല അല്ലെ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒറ്റ ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്, അത്രയും കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് അതിന്റെ ആൻസർ കീ ഒക്കെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാം, എന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അത്രയും ടയർഡാണ്. എങ്കിൽ പോലും ഞാനിതാ ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ് എടുക്കുകയാണ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്കിലും ഫീഡ്ബാക്കിലും അറിയിക്കണം. കൂടുതൽ സംസാരിക്കേണ്ട. ഏതാണ് പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അടാ? ഇതാണ് ഒരു പുതിയ പാറ്റേൺ. നമുക്ക് ഇതിന്റെ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് തന്നാൽ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്ക്. x+1 y+1, അവിടെ xy ബാക്കി എന്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, വൺ ഓഫ് ദ ടഫസ്റ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയാതെ അല്ലേ? ഓക്കെ, അതായത് x+1 ഇൻറ്റു y+1. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? x+1 ഞാനൊന്ന് എഴുതുന്നുണ്ട് അത് വൃത്തിയിൽ. y+1 നേരത്തെ നമ്മളെ ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാം. x ഇൻറ്റു y, xy. അടുത്ത പറ x ഇൻറ്റു 1, ഒരു x. 1 ഇൻറ്റു y, ഒരു y. 1 ഇൻറ്റു 1, 1. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് മിസ്സിംഗ് ആയത്? ഈ 3 നമ്പേഴ്സ് ആണ് ഇവിടെ മിസ്സിംഗ് ആയത് അല്ലേ? അപ്പോ x+y+1 ഇതാണ് ആൻസർ. ഓക്കെ, റെഡി ആണോടാ? റെഡി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തേക്കിട്ടാ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? 2 എണ്ണൽ സംഖ്യകളുടെ തുക 40. തുക എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 40. നാച്ചുറൽ നമ്പറിന്റെ സം 40 ആണ്. അതിന്റെ പ്രൊഡക്റ്റ് 375 ആണ്. അതിന്റെ ഗുണനഫലം 375 ആണ്. Then what is the product of 2 natural number next to each? തൊട്ടടുത്തുള്ള നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യന്റെ പ്രൊഡക്റ്റ് എന്താണെന്നാ ചോദിച്ചത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ചെയ്യാന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. സംഖ്യകൾ അറിയാത്തൊരു ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കാം? നമ്പേഴ്സ് അല്ലെ. അറിയാത്ത നമ്പേഴ്സിന് നമ്മൾ എന്ത് വിളിക്കും? XA, YA എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇവിടെ 2 സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ സംഖ്യനെ നമുക്ക് X, രണ്ടാമത്തെ സംഖ്യനെ നമുക്ക് Y എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്? ദ സം ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് 40 ആണ്. അപ്പൊ സം എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? x+y, ദാറ്റ് ഈസ് 40. സം എന്ന് പറഞ്ഞാൽ പ്ലസ് ഇട്ട് കൊടുക്കാം. അതായത് തുക എന്ന് പറയുമ്പോ ഇവിടെ നോക്ക് കുഞ്ഞോളെ, തുക 40 എന്ന് പറഞ്ഞാൽ പ്ലസ് ഇടുക. അപ്പൊ സംഖ്യ എക്സും വൈയും ആണെങ്കിൽ തുക എന്ന് പറഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ x+y, ദാറ്റ് ഈസ് 40. ഗുണനഫലം 375. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഗുണനഫലം എന്ന് പറഞ്ഞാൽ x ഇൻറ്റു y, xy എന്നാണ്. അത് എത്രയാണ് അവിടെ പറഞ്ഞത്? 375. പ്രൊഡക്റ്റ് നിങ്ങളത് എപ്പോഴും പഠിച്ചു വെക്കാം. സം പറഞ്ഞാൽ പ്ലസ് ഇടുക, എക്സും പ്ലസ് വൈ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ x ഇൻറ്റു y, ഗുണനഫലം 375. ഇത് നമ്മുടെ ഹിന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഹിന്റ്. ചോദ്യത്തിൽ തന്ന ഹിന്റുകളാണ്. പക്ഷെ മെയിൻ ക്വസ്റ്റ്യൻ അതല്ലടാ. മെയിൻ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് നെക്സ്റ്റ് ടു ഈച്ച്? തൊട്ടടുത്ത എണ്ണൽ സംഖ്യന്റെ പ്രൊഡക്റ്റ്, തൊട്ടടുത്ത എണ്ണൽ സംഖ്യന്റെ ഗുണനഫലം. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പറയണേ. അതായത് നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സും മറ്റൊരു എണ്ണൽ സംഖ്യ നമ്മൾ വൈയും എടുത്തു അല്ലെ. 2 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതോ 2 എണ്ണൽ സംഖ്യ, ആദ്യ ഒരു എണ്ണൽ സംഖ്യ. അപ്പൊ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാ? നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ നിങ്ങളൊന്ന് പറയാൻ പറ്റൂടാ? നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ, ആദ്യത്തെ എണ്ണൽ സംഖ്യനെ നമ്മൾ എക്സ് എടുത്താൽ തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യ ഏതായിരിക്കടാ? x+1. അതുപോലെ വൈന്റെ തൊട്ടടുത്തുള്ള നാച്ചുറൽ നമ്പർ ഏതാ? വൈ മറ്റൊരു നാച്ചുറൽ നമ്പർ അല്ലേ, എണ്ണൽ സംഖ്യ അല്ലേ? y+1. അപ്പൊ തൊട്ടടുത്തുള്ള നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യന്റെ ഗുണനഫല ചോദിച്ചത്. അപ്പൊ ഇത് രണ്ടും ഗുണിക്കാം. തൊട്ടടുത്ത് പറഞ്ഞാൽ x+1, y+1. അവിടെ എണ്ണൽ സംഖ്യ ആയതുകൊണ്ടാണ് 1 കൂട്ടിയത് കേട്ടോ. ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യ ഒക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഒരേ പുളി പറഞ്ഞ കുഞ്ഞോളെ എന്താ ചെയ്യാ? x ഇൻറ്റു y, നിങ്ങൾക്കറിയാം xy, x ഇൻറ്റു 1, ഒരു x, 1 ഇൻറ്റു y, ഒരു y, 1 ഇൻറ്റു 1, 1.
നമ്മുടെ ഹിന്റ് ഓർമ്മ ഉണ്ടോടാ? ഹിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സും വൈയും കൂട്ടിയാൽ 40 അപ്പൊ ഞാൻ ഹിന്റ് ഒന്ന് ജസ്റ്റ് ചെയ്തുന്നുണ്ട്. എക്സും വൈയും കൂട്ടിയാല് 40. എക്സും വൈയും ഗുണിച്ചാല് ഗുണനഫലം എത്രയാടാ? 375. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും കേട്ടോ. എക്സ് വൈക്ക് ആദ്യം എക്സ് ഇൻറ്റു വൈ അല്ലേ? അപ്പൊ എക്സ് ഇൻറ്റു വൈക്ക് പകരം 375 കൊടുക്കുക. 375 ഞാൻ കൊടുത്തു. എക്സ് പ്ലസ് വൈക്ക് പകരം നിങ്ങൾ ആരെ കൊടുക്കണം? 40 കൊടുക്കണം. അപ്പൊ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് 40 കൊടുത്തു. +1 അതൊന്ന് 3 കൂടെ കൂട്ടിക്ക്. 375ഉം 40ഉം കൂടെ കൂട്ടിയാൽ 415 416. ദേ നമ്മുടെ ഉത്തരം. തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എത്രയാടാ എന്ന് ചോദിച്ചാൽ ഒരേ പൊളി ആൻസർ അങ്ങോട്ട് കത്തിച്ചേക്കണം. 416. 416. 416. അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്താൽ റെഡി ആവും. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നാച്ചുറൽ നമ്പർ 1 ലെസ് ദാൻ ഇറ്റ്? എന്താ പറഞ്ഞേ? നേരത്തെ ഒന്ന് നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ x+1 y+1. ഇവിടെ ഒരു കുറവായത് ഒന്ന് കുറഞ്ഞാൽ എന്ത് എന്നാണ് ചോദിച്ചത്. എടാ മൂന്നാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ സെയിം മെത്തേഡ്. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതോ ഒരു എണ്ണൽ സംഖ്യ നമ്മൾ എക്സ് എടുത്തിരുന്നു. അപ്പൊ ഒന്ന് കുറയാന്ന് പറഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് x-1. y ആണ് മറ്റൊരു എണ്ണൽ സംഖ്യ. അപ്പൊ y-1. അതിന്റെ തൊട്ട് ബാക്കിൽ അതായത് ഒന്ന് കുറച്ചാൽ y-1. ഇതിന്റെ ഗുണനഫലം എന്തെന്നാ ചോദിച്ചത്. ഇതിന്റെ പ്രൊഡക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണടാ? ഇത് രണ്ടും കൂടെ ഗുണിക്കണം. എങ്ങനെ ഗുണിക്കാം? x ഇൻറ്റു y, xy 1 ഇൻറ്റു ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. x ഇൻറ്റു -1, x ഇൻറ്റു -1 ദാറ്റ് ഈസ് -x കേട്ടോ. ശ്രദ്ധിക്കണേ, മൈനസ് ഉള്ളതുകൊണ്ട് -1 ഇൻറ്റു y, -1 ഇൻറ്റു y. നോക്ക്, -1 ഇൻറ്റു y, -y ആണ് കേട്ടോ. -y, -1 ഇൻറ്റു -1. ഇതൊന്ന് ശ്രദ്ധിക്കുക. മൈനസും ഇൻറ്റു ചെയ്താല് പ്ലസ് ആവും. മൈനസും പ്ലസ് ഇൻറ്റു ചെയ്താൽ പ്ലസ് ആവും. ദാറ്റ് ഈസ് +1. അപ്പൊ എങ്ങനെയാടാ വരിക? പറ സൗദ. ഒന്നുമില്ല, +1 കുഞ്ഞോളെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് കുറവായത് എന്ന് പറയുമ്പോ ആദ്യത്തെ സംഖ്യ എക്സും പിന്നെ വൈയും ആണെങ്കിൽ കുറഞ്ഞ നിങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ 1 കൂട്ടുക. ഇനി 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 കൂട്ടുക. ഇവിടെ 1 കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ടാണ് 1 കുറച്ച് കേട്ടോ. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യാം. കഴിഞ്ഞില്ല രാമ, നമ്മുടെ ഹിന്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. എക്സും വൈയും കൂട്ടിയാൽ എത്രയാണ്? 40 അത് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. XY തുക 40, ഗുണനഫലം പ്രൊഡക്റ്റ് 375. ഇത് ഹിന്റാണ്, മെയിൻ ഹിന്റ്. ഞാൻ പറഞ്ഞിരുന്നു ഇത് ഹിന്റാണ്. ഇത് ഈ മെയിൻ സാധനം തുക ഗുണനഫലം എല്ലാ ചോദ്യത്തിലും ഹിന്റായിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, പക്ഷെ ഇതൊരു കാര്യം നിങ്ങൾ ചെയ്യണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ 2 സ്ഥലത്ത് മൈനസ് കണ്ടോടാ. ആ 2 സ്ഥലത്ത് മൈനസ് ഉണ്ടെങ്കിലും ഓനെ ചവിട്ടി പുറത്താക്കുക. ഒരൊറ്റ ചവിട്ട് പുറത്തെടുക്കും കേട്ടോ. ഇതൊന്നും ചെയ്യൂല. XY അവിടെ തന്നെ മൈനസ് പുറത്തേക്ക് വരും. ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് എക്സും വൈയും എഴുതേണ്ടത്. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പ്ലസ് ആയിട്ട് വരും. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഏത്? എന്നിട്ട് അവസാനം എന്ത് വരും? അവസാനം നമ്മുടെ +1. ഇതെന്താ സംഭവം ഞാൻ ചെയ്ത് ഞാൻ ഒന്നുകൂടെ വേണേ പറഞ്ഞുതരാം. ദേ ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്. രണ്ടിടത്തും മൈനസ് വന്നാൽ, നേരത്തെ പ്ലസ് ആയതുകൊണ്ട് പിന്നെ അതിന്റെ പുറത്തിടേണ്ട ആവശ്യമില്ല അതിനും. പക്ഷെ ഇവിടെ രണ്ടിടത്തും മൈനസ് വന്നാൽ ആ മൈനസ് പുറത്തിടാം. മൈനസ് പുറത്ത് പോയാൽ പിന്നെ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. നെഗറ്റീവ് എനർജി പുറത്ത് പോയാൽ പിന്നെ നമുക്ക് ഫുൾ പോസിറ്റീവ് അല്ലേ? അപ്പൊ നെഗറ്റീവ് പുറത്ത് പോയി, പോസിറ്റീവ് ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കുഞ്ഞോളെ കേട്ടോ. ഇവിടെ നോക്കിക്കോ, XY 375. XYക്ക് പകരം ഇനി എന്താ കൊടുക്കേണ്ടത്? ഈ XYക്ക് പകരം 375 കൊടുമുത്തേ 375 മൈനസ് x+y പകരം ഇനി എത്ര കൊടുക്കണം? 40. അപ്പൊ ഈ x+y പകരം 40 +1 ചെയ്. നേരെ കുറച്ചാൽ മതി, യാതൊരു തെറ്റില്ല. 375 40 കുറച്ചാൽ 335 + 1. 335 1 കൂട്ടിയാത്ര എടുത്ത് 3 കുറയ്ക്കാം. 375 40 കുറച്ച് 335 1 336. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി ആൻസർ സെറ്റ്. എങ്ങനെ ഉണ്ടടാ ക്വസ്റ്റ്യന്? കിടിലൻ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കണം, പഠിച്ചിരിക്കണം. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളതൊക്കെ ജസ്റ്റ് പറയണം. അപ്പൊ എന്റെ പേര് ഇതാണ്, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോ ഇറ്റ്സ് മീ VJR. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് നേരിട്ട് എക്സാം കഴിഞ്ഞ് അങ്ങനെ ഉണ്ടെന്ന് പറയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താഴെ കമന്റ് സെക്ഷനിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഫീഡ്ബാക്കുകൾ ഇടാം. താഴെ കമന്റ് സെക്ഷനിൽ പെട്ടെന്നൊന്ന് ഫീഡ്ബാക്കുകൾ ഇട്ടേ. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ BGR. വീണ്ടും നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്കും ആണ്. എക്സാം കഴിഞ്ഞാലും സാറെ അറിയിക്കണം, മറക്കരുത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് അറിയിക്കാൻ മറക്കരുത്. വേറെ ഒന്നും വേണ്ടടാ. ഓക്കെ, കാണാട്ടോ. ബായ്.